ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ കൊണ്ടുള്ളൊരു തോരനാട്ടോ. അപ്പോൾ നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കഷ്ണം പപ്പായ ഞാൻ തൊലിയും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ ചീകി എടുക്കില്ലേ നമ്മൾ, അതുപോലെ ചീകിയെടുക്കുക. അത് നമ്മൾ അതില്ലെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ക്യാബേജൊക്കെ ഉണ്ട് അരിഞ്ഞു വെച്ച പോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തിന്നായിട്ട്. പിന്നെ വേണ്ടത് 3/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. അപ്പം നല്ല ജീരകമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും മാറ്റി വയ്ക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക്, 2 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിടാം. അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റാം. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വേപ്പില വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ. എന്ന് വെച്ചാൽ പപ്പായ അല്ലെങ്കിൽ വലിയ കഷ്ണമാക്കി നുറുക്കിയെടുക്കുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കുമല്ലോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പപ്പായ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി, ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. അപ്പം നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പപ്പായയിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. എന്നാലും നമുക്കൊന്ന് ചെറുതായിട്ട്, ക്യാബേജ് ആകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പപ്പായ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി വേവിക്കാം. അപ്പോൾ ആ ഒരു ആവിയിൽ കിടന്ന് ഈ പപ്പായ വെന്ത് കിട്ടും. അതായത് ക്യാബേജൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഇത് കൂടുതലായിരിക്കും, പിന്നെ വേവ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പപ്പായ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്യാബേജിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വേവ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് വെള്ളം കുറച്ചും കൂടി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നോക്കിയിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ കുറേ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തെളിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പായ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാബേജാണെന്ന് വിചാരിച്ച് കഴിച്ചോളൂ. എന്ന് വെച്ചാൽ ക്യാബേജിൻ്റെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതും കാണാനും ഏകദേശം അതേപോലെ തന്നെ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.